ഗർഭിണിയാ കൂട്ടോ ജയിലില്. എല്ലാവർക്കും നമസ്കാരം. ഷാനവാസിന്റെ കൂടെ ജയിലിൽ രണ ഫാത്തിമ കിടന്നു കഴിഞ്ഞാൽ, അവിടെ ആ ഒരു ദിവസം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം രണ ഫാത്തിമ ഗർഭിണിയാകും എന്നാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിട്ടുള്ള അക്ബർ പറയുന്നത്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അക്ബർ അല്ലേ പറഞ്ഞത്? അയ്യോ, അക്ബർ ഉട്ടനല്ലേ പറഞ്ഞത്. ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും ഒരു പരനാറിയാണല്ലോ ഈ അക്ബർ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അതിന്റെ ഫുൾ ക്ലിപ്പ് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഇവനോട് എനിക്ക് വീണ്ടും വീണ്ടും പുച്ഛം കൂടി വരികയാണ്. ഇവന്റെ വീട്ടിലുള്ള അമ്മയോ പെങ്ങളെയോ ഭാര്യയോ ആണ് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞതെങ്കിൽ ഇവൻ സഹിക്കുമോ? ഇതിപ്പം രണ ഫാത്തിമ, ഓക്കെ, ചീവിട് രണ ഫാത്തിമയാണ്. ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, വളരെ ദേഷ്യത്തോടും രൂക്ഷത്തോടൊക്കെ ഈ രണ ഫാത്തിമയെ പറ്റിയ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ അക്ബർ എന്ന് പറയുന്ന ഈ നാറി പറഞ്ഞിട്ടുള്ള വർത്തമാനം ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഈ അക്ബറിന്റെ ഭാര്യ പലതവണ ഇവനെ ന്യായീകരിച്ചുകൊണ്ട് പല വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഈ കേസിൽ അക്ബറിന്റെ ഭാര്യ ന്യായീകരിച്ചുകൊണ്ട് വരണം. ഇത് അക്ബറിന്റെ കോമഡിയാണ്, അക്ബർ ഇങ്ങനെയാണ്, ഒരു ഫലിതക്കാരനാണ്, തമാശക്കാരനാണ്. അക്ബറിന്റെ ഭാര്യ എവിടെ? വരുന്നില്ലേ? തന്റെ ഏട്ടായിയെ ന്യായീകരിച്ചുകൊണ്ട്, തന്റെ ഏട്ടായി പറഞ്ഞിട്ടുള്ള വർത്തമാനം കേട്ടില്ലേ? ഇതുപോലത്തെ നാറികളെയൊക്കെയാണ് ഈ ഷോയിൽ പിടിച്ച് നിർത്തിയിട്ടുള്ളത്. ഇത്രയും പരമ വിഡ്ഢിത്തനം, പരമ മറ്റേ പോക്കൃത്തനം, ഇടയെ പിടിച്ച വർത്തമാനം പറയുന്ന ഇവനെയൊക്കെ പോലത്തവന്മാരെ എന്തിനാണ് വെച്ച് പൊറപ്പിക്കുന്നത്? വീക്കെൻഡില് ഇന്നലെ എപ്പിസോഡ് മൊത്തം ശാന്തി, സമാധാനം, നന്മയുടെ വെള്ളക്കൊടിയും പിടിച്ചു വന്ന ലാലേട്ടനാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിന്റെ ഇടയിൽ അനുമോക്ക് മാത്രം ഇട്ട് 2 കുത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ചുമ്മാ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരിത്. പിന്നെ പ്ലാച്ചി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതും മാത്രം നല്ല കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. അവളുടെ പാവം വെച്ചോണ്ടിരിക്കട്ടെ. അതിനാർക്കും ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് എല്ലാം കൂടി വളഞ്ഞിട്ട് അവളെ പാവ ആക്രമിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പുറത്തുനിന്ന് വന്ന വേട്ടവാളിയൻ അടക്കം അതിനെടുത്ത് എറിയുന്നുണ്ട്. ഇവനൊക്കെ എന്ത് പറ്റിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അവരുടെ സാധനം എടുക്കാൻ പാടില്ല. അതാണ് അതിന്റെ ഒരു ശരി. എന്നാൽ അതും എടുത്തോണ്ട് പോയിട്ട് എടുത്തെറിഞ്ഞ് ആ നാറി ഉളപ്പരിപാടി കാണിച്ചു. എന്നാൽ ലാലേട്ടൻ വന്നതിന് ശേഷം ബിഗ് ബോസ് ഉൾപ്പെടെ ആ പാവ തിരിച്ചു കൊടുത്ത് 2.0 വെർഷനായിട്ട് തന്നെ പുതുക്കി പണിത് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം, ഓക്കെ. പക്ഷെ അല്ലാണ്ട് ഇന്നലെ എപ്പിസോഡിലും എന്താണ് ഉണ്ടായിരുന്നത്? സീരിയസ്ലി ഈ അക്ബറിനെ പോലുള്ളവന്മാർ ഇത്തരം വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ട് പോലും അവിടെ ഒരുത്തനും ചോദ്യം ചോദിക്കാനില്ല. ഈ അക്ബറിന്റെ കൂടെ വളഞ്ഞിരുന്ന് കുറെ എണ്ണം സംസാരിക്കുന്നുണ്ടല്ലോ ഈ ഒരു വിഷയം. ആ സമയത്തും ചോദ്യം ചോദിക്കാൻ ആരുമില്ല. എല്ലാരും ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഷാനവാസ് രണ ഫാത്തിമയെ ഗർഭിണിയാക്കും, ഈ ഒരു സാധനം. അല്ലാണ്ട് എന്തുവാടെ? ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം. മോനെ ജയിൽ കണ്ടന്റ് ആയിരിക്കും. മോനെ കണ്ടന്റ് നോക്കിയോ പൊള്ളിക്കാൻ പോവാണ് നീ. ഗർഭിണിയാ കൂട്ടോ ജയിലില്. ഗർഭിണിയാ കൂട്ടോ ജയിലില്. ഗർഭിണിയാ കൂട്ടോ ജയിലില്. കേട്ടല്ലോ, വളരെയധികം ചിരിച്ചു വിട്ടുകൊടുക്കുക. എന്തിന്? കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ചിരിച്ചങ്ങ് വിടുകയാണ്. രണ ഗർഭിണിയാവും ജയിലിലെന്ന്. എടാ, ഇവന്റെയൊക്കെ വീട്ടിലുള്ള അമ്മയോ പെങ്ങളെ ഭാര്യ ആരെങ്കിലും ഇതുപോലെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ എങ്ങനെ എടുക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ്? ഹി എന്ന് പറഞ്ഞ് ചിരിച്ചെടുക്കോ? ഇല്ലല്ല. അങ്ങനാണെങ്കിൽ നീയൊക്കെ വലിയ ഫലിതക്കാരന്മാര് തന്നെ. അയ്യോ, ഇവനെ പോലുള്ള ഊളകളാണ് സത്യം പറഞ്ഞ ഈ ഷോയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കി വെക്കുന്നത്. പാട്ടുപാടുമെന്ന് വെച്ചിട്ട് എന്ത് പോക്കൃത്തനം വിളിച്ച് പറയാൻ ഉള്ളതല്ല നാക്ക്. നിനക്ക് ചിലപ്പോൾ പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കും, കൊള്ളാം, ഞാനും കണ്ടിട്ടുണ്ട് പാട്ടൊക്കെ നല്ലവണ്ണം പാടും. പക്ഷെ എന്ന് വെച്ചിട്ട് എന്ത് മറ്റേ അടുത്ത പോക്കൃത്തനങ്ങൾ ആ വഴി വിളിച്ച് തുപ്പാൻ നിൽക്കരുത്. ഇതൊരു അവരായത്തിനാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഷാനവാസ് എന്തേടെ? ഷാനവാസ് എന്തോന്നാണ്? ഷാനവാസ് എന്തോന്ന് കളിക്കാൻ കണക്കിന് അയക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞ വളരെയധികം മോശമായിപ്പോ, സീരിയസ്ലി പറയാം. അവനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും, ആ ഹൗസിന്റെ അകത്തുള്ളവർക്ക് വെറുപ്പായിരിക്കും, ദേഷ്യമായിരിക്കും. അല്ലെങ്കിൽ അവൻ ഇത്രയും ഫാൻ ബേസ് പുറത്തുള്ളത് കൊണ്ടും അവൻ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ടും നീയൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ കൂടി തളരാതെ നിന്ന് കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ടും ഷാനവാസിന് നിനക്കൊക്കെ കണ്ടുകൂടായിരിക്കും. എന്ന് വെച്ചിട്ട് ഷാനവാസിന്റെ കൂടെ ഒരു പെണ്ണ് ഒരു ദിവസം താമസിച്ചെന്ന് വെച്ചിട്ട് അവള് ഗർഭിണിയാകും എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് പറയുന്ന നിന്നെപ്പോലത്തെ നാറികളെ എന്ത് പറയണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഷാനവാസിന്റെ കൂടെ ഒരു പെണ്ണ് ഒരു ദിവസം താമസിച്ച് കഴിഞ്ഞാൽ അവള് ഗർഭിണി എന്നാണ് ഈ അക്ബർ എന്ന് പറയുന്ന ഊള പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവനെ എന്ത് പേരിട്ട് വിളിക്കണം? ഇത് ചിലപ്പം പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്നവർക്ക് അത് ഫലിതങ്ങളുടെ കൂട്ടിൽ ലിസ്റ്റിൽ എടുത്തു വെച്ച് ആഘോഷിക്കാനും ഒക്കെ സാധിക്കുമായിരിക്കും. എന്നാൽ എന്നെ കൊണ്ട് പറ്റൂല. ഇങ്ങനത്തെ ഊള ഫലിതങ്ങൾ നമുക്കിനിയിപ്പോ വേണ്ട കേട്ടാ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഊള പരിപാടിയാണ്. ഇതൊന്നും ചോദിക്കാനും പോകുന്നില്ല, ആരും ഒന്നും പറയാനും പോകുന്നില്ല. അക്ബറിന്റെയൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒരു ഇതുമില്ല, ഒരു രീതിയിലും തോടത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്താലും അനുമോളുടെ ഭാഗത്ത് എവിടെ കൂടിയെങ്കിലും ദൂരെ കൂടി ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ടങ്ങ് പടപ്പിക്കും. അല്ലാണ്ട് അതിന്റെ അകത്ത് ഒരു തേങ്ങയും നടക്കുന്നില്ല. ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇന്നലെ തന്നെ ഏറ്റവും വലിയ കത്തിപ്പടർന്ന വിഷയമായിരുന്നു നെവിൻ ഷാനവാസ് വിഷയം.
എവിടെ ചോദിച്ചതുമില്ല കണ്ടതുമില്ല. എന്തിനോ എന്തോ എനിക്കറിഞ്ഞൂടെ, എനിക്കറിയാൻ പാടില്ല എന്തിനു വേണ്ടിയിട്ട് തിളയ്ക്കുന്ന സാമ്പാറാണെന്ന്. ഒരു പിടിയും കിട്ടുന്നില്ല. ആരും ഒന്നും ചോദിച്ചതുമില്ല. ഞാൻ ആലോചിക്കുമായിരുന്നു എന്തുവാ ഇങ്ങനെ എന്ന് ആലോചിക്കുമായിരുന്നു. എന്താ ലാലേട്ടൻ ചോദിക്കാത്തെന്ന്. നെവിനാണെങ്കിൽ ഇപ്പൊ ചോദിക്കെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ വെയിറ്റ് ഇട്ട് കരയുന്ന പോലേക്ക് സങ്കടമൊക്കെ അഭിനയിച്ചങ്ങ് ഇരിക്കുമായിരുന്നു. അവസാനം തേഞ്ഞൊട്ടി ലാലേട്ടൻ അണ്ണാക്കി കൊടുത്തിട്ട് പോയി. അത് വേറൊരു കാര്യം. മുഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി നെവിന്റെ അവസ്ഥ. അത് വേറെ സത്യം, പരമാർത്ഥമായ സത്യം. നെവിൻ ഇപ്പൊ ചോദിക്കും ഞാൻ ഇന്ന് പൊളിക്കും, ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഞാൻ തൂക്കും, ഞാൻ ഇന്ന് കരയും, എന്റെ മാനത്തിനാണ് അവൻ ചോദ്യം ചെയ്തത്, ഞാൻ ഇന്ന് മാസ് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് നെവിൻ ഇരുന്ന് അവസാനം തേഞ്ഞൊട്ടി. അത് വിട്, അത് പോട്ടെ. ആ കേസിന് ഇപ്പൊ ലാലേട്ടൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ആഴ്ചയും വന്നിട്ട് കുണ്ടൻ ഇസവും മറ്റേ ഇസവും ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ട് നടക്കും. പക്ഷെ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ഇത് ചോദ്യം ചെയ്യേണ്ട സാധനമല്ലേ? എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് അർത്ഥത്തിലാണ് ഷാനവാസിനെ പറ്റിയിട്ട് അക്ബർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചതെന്ന് ലാലേട്ടൻ ചോദിക്കേണ്ടതല്ലേ? ലാലേട്ടൻ ചോദിക്കൂ? എനിക്കറിയാൻ പാടില്ല. ഇത് ചോദിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരു പെണ്ണ് ഷാനവാസിന്റെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് ഗർഭിണിയാകും എന്നുള്ള സാധനമാണ് അവിടെ അടിക്കുന്നത്. ഡയറക്റ്റ്ലി ആണ് അടിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലിപ്പ് കൂടി കാണിച്ചു തരാം. ഒന്നും കൂടി അത് കണ്ടു നോക്കും നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. രേണ ഗർഭിണിയാവും കേട്ടാ ജയിലിൽ. രേണ ഗർഭിണിയാവും ജയിലിൽ. നല്ല കോമഡിയാ. ഫലിതങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് ആഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി പുതിയ ബുക്ക് എടുത്ത് എഴുതാം. രേണ ഗർഭിണിയാകും ജയിലിൽ. എന്ത് ഊളാടാ നീ? നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞാൽ നീ എങ്ങനെയാടാ പെരുമാറും? ഊള. എന്തായാലും എന്റെ ഭാര്യ വന്നില്ലല്ലോ ന്യായീകരിച്ചോണ്ട്. സാധാരണ അക്ബർ ഉടനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ന്യായീകരിച്ചോണ്ട് വരും. ഇത് അധികം അങ്ങനെ കുത്തിപ്പൊങ്ങിയ വിഷയമല്ല. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. അനുമോള് പറയുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. അനുമോള് കരഞ്ഞു കഴിഞ്ഞാൽ ഹാ, ബാക്കിയുള്ളവർ കരഞ്ഞു കഴിഞ്ഞാൽ ഓഹോ ഈ സെറ്റപ്പ്, അതും പോയിന്റ് കൊടുക്കാം. അറിയാം ഇവിടെ ഉള്ളവരൊക്കെ കരയും അല്ലേ? അനുമോള് കരയുമ്പോൾ ആണ് എല്ലാവർക്കും പ്രശ്നം. പക്ഷെ ഞാൻ കഴിച്ചു നിർത്തി. അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ കരയും, എല്ലാവർക്കും കരയാനൊക്കെ അറിയാം. അനുമോള് കരഞ്ഞാൽ മാത്രമാണ് പ്രശ്നം. ബാക്കിയുള്ളവർക്ക് അപ്പൊ കരയാനൊക്കെ അറിയാം. എന്തായാലും അനുമോള് കരച്ചിൽ നിർത്തിയെന്ന് പറയുന്നുണ്ട്. സീരിയസ്ലി ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ അനുമോളുടെ പി ആർ എന്ന്. വീണ്ടും റിപ്പീറ്റ്ലി പറയും ഓക്കെ ഇവൻ അനുമോളുടെ പി ആർ ആണെന്ന്. എനിക്കത് കുഴപ്പമൊന്നുള്ളൊരു കാര്യമില്ല. നീക്ക് എന്തുവാന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ നിലപാടിലും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും ഞാൻ തുറന്നു പറയും. എനിക്ക് ഈ ഹൗസിന്റെ അത് ജെനുവിനായിട്ട് നിൽക്കുന്ന തോന്നിയിട്ടുള്ള ഒരാളാണ് അനുമോള്, അനീഷ്, ഷാനവാസ്. ഒരു പ്യുവർ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചില സമയം തെറ്റിപ്പോവാറുണ്ട്, ബ്ലണ്ടറുകൾ വിളിച്ച് പറയാറുണ്ട്. പക്ഷേ ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറത്തൊന്ന് പ്രകടിപ്പിച്ചുള്ള സ്വഭാവം ഇവർക്ക് മൂന്നുപേർക്ക് ഇല്ല. എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്നങ്ങ് പറയും. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പടപടാന്ന് എടുത്തങ്ങ് വിട്ടും. ആ ഒരു സെറ്റപ്പാണ്. അല്ലാണ്ട് ഈ പിന്നീന്ന് കുത്തും, അല്ലാതെ ഒരുമാ വൃത്തികെട്ട ഡബിൾ മീനിങ് സ്റ്റേറ്റ്മെന്റുകളും ഈ അക്ബറിനെ പോലെ ഒന്ന് അടിച്ച് ആ ഒരു രീതിയിൽ ആരെയും കുറിച്ച് പറയുന്നില്ല. അങ്ങനെ ഒന്നും പറയുന്നത് കണ്ടിട്ടുമില്ല. ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ജനങ്ങൾക്ക് ഇവരുടെ അടുത്തുള്ള ഇഷ്ടവും ജനങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ അക്ബറിനെ പോലെയുള്ള വെടലകൾ പറയുന്ന വാക്കുകൾ കണ്ടില്ലേ? ഷാനവാസിന്റെ കൂടെ ഒരു ദിവസം താമസിച്ചു കഴിഞ്ഞാൽ താമസിക്കുന്ന പെണ്ണ് ഗർഭിണിയാവും. ആ രീതിയിലുള്ള സാധനമാണ് അടിക്കുന്നത്. അപ്പൊ ഷാനവാസിന്റെ ആ ഒരു ഇമേജിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇവിടെ ഈ അക്ബർ അടിച്ചു വയ്ക്കുന്നത്. അതെന്തേ ആരും ചോദ്യം ചെയ്യുന്നില്ല. ലാലേട്ടൻ എന്തുകൊണ്ട് അതൊക്കെ ചോദ്യം ചെയ്യുന്നില്ല? ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ചോദ്യം ചെയ്താലും പറയാം അക്ബർ അത് ഫലിതങ്ങളായിരുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ കോമഡി ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇവന്റെ വീട്ടിലിരിക്കണവളമാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇത് ചൊറിയോ ഇല്ലയോ എന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. എന്ത് ഫലിതങ്ങളുടെ ഇവിടെ നടക്കുന്നത്? കോമഡികളാ, ഭയങ്കര കോമഡികളാ. കോമഡികളുടെ ഒരു കൂമ്പാരം തന്നെ നടക്കുവാണ്. ഇതുപോലത്തെ ഊള പരിപാടികള്, ഊള കോമഡികള് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കരുത്. ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട കേസാണ്. ചോദ്യം ചെയ്യാൻ അവിടെ ആരും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീക്കെൻഡ് എപ്പിസോഡ് എന്തിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ആഴ്ച ഫുള്ള് നടക്കുന്ന അവരായത്തനങ്ങൾ എല്ലാം ലാലേട്ടൻ എടുത്തിട്ട് അലക്കണം, ചോദ്യം ചെയ്യണം, അതിന് കൊടുക്കേണ്ട മറുപടികൾ കൊടുക്കണം. പക്ഷെ ലാലേട്ടൻ ഈ സമാധാനത്തിന്റെ വെള്ളക്കൊടിയും പിടിച്ചുകൊണ്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനിടെ നമ്മൾ വീക്കെൻഡ് വെയിറ്റ് ചെയ്തിരുന്ന ലാലേട്ടനെ കാണുന്നത്? ഇന്നലെ വന്നിട്ട് കുറെ ക്യൂസ് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടങ്ങ് നിരത്തി തീർത്ത്. എനിക്കറിഞ്ഞൂടെ. അതിന്റെ ഇടയിൽ പ്ലാച്ചിയും കൊടുത്ത് അനുമോക്ക് 2 കുത്തും കൊടുത്ത്. അല്ലാണ്ട് എന്തുവാ ഇന്നലെ കാണിച്ചത്? എനിക്കൊന്നും പറഞ്ഞൂടെ. ഞാൻ ഇന്നലെ അമ്മ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് 2 ദിവസമാണ് അമ്മ കാണുന്നത്. അമ്മ കണ്ടിട്ട് പറയണത് എന്തുവാ ഒന്നുമില്ലായിരുന്നല്ലോ എന്ന്. ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിടണ്ടായിരുന്നു. ഒരു 2-3 പേരെയൊക്കെ ഇറക്കി വിടണ്ടായിരുന്നു. എങ്കിലല്ലേ എപ്പിസോഡ് സുഖമുള്ളൂ എന്നാണ് അമ്മ പറയണത്. ഇതാണ് അവസ്ഥ. ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്നലത്തെ എപ്പിസോഡ്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് നല്ല ക്ലീൻ എപ്പിസോഡായിരുന്നെന്ന്. നമ്മൾ സത്യം പറഞ്ഞാൽ ക്ലീൻ എപ്പിസോഡ് കാണാനല്ല ഇരിക്കുന്നത്. ചെയ്ത തെറ്റുകളെയും ഓരോ കാര്യങ്ങളെയും ലാലേട്ടൻ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്.
അത് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് എപ്പിസോഡെന്ന് ഞാൻ ചോദിച്ചു. ഈ അക്ബർ എന്ന് പറയുന്നവൻ ഇത്രയും വലിയൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് കൂടെ ഇരുന്ന് എല്ലാം ചിരിക്കുന്നതല്ലാണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഒറ്റ മനുഷ്യർ ചോദ്യം ചെയ്യുന്നില്ല. അതുപോലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. അനുമോളാണ് പറയുന്നതെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന പുകിൽ എങ്ങനെയായിരിക്കും? പിന്നെ ഒരു വർഷത്തേക്ക് മീൻസ് ഈ ഒരു സീസൺ തീരുന്നത് വരെ അനുമോളെ ഇത് പറഞ്ഞിട്ടായിരിക്കും പുറത്തരയ്ക്കുന്നത് എല്ലാ ആഴ്ചയിലും. പിന്നെ ഇതിന്റെ പേര് പറഞ്ഞ് നോമിനേഷൻ ആയിരിക്കും, അങ്ങനെ ഇങ്ങനെ എല്ലാം നടക്കും. ഇത് അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലടേ. അക്ബർ ആരടേ? ഇതെല്ലാം എന്ത് മൊത്തങ്ങളെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എല്ലാം ചിരിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ്. ഈ ചിരിച്ചോണ്ടിരുന്നവന്മാരെ വീട്ടിലുള്ളവളുമാരെ പറ്റിയിട്ട് ഇതുപോലെ ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കേട്ട് ചിരിച്ചോണ്ടിരിക്കും. നിന്റെ ഭാര്യ ഷാനവാസിന്റെ കൂടെ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഗർഭിണി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന അവന്റെ എങ്കിൽ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാര് സഹിക്കുവോ? അപ്പൊ അവനവന്റെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ ചൊറിയും. വേറൊരു പെണ്ണിനല്ലേ പറയണത്, നമ്മളെന്തിനു തിരിഞ്ഞു നോക്കണം അല്ലേ, നമുക്കെന്ത് കേട് എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്ബറാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അനുമോളാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെങ്കിൽ അവിടെ മറ്റേ ആള് കത്തിക്കുക, ആട്ടം വരുമ്പോ ഇത് ചോദ്യം ചെയ്യണം, മറ്റാണ് മറിച്ച് എല്ലാം ഒരു സമരം വരാണെങ്കിൽ നടത്തിയത് ആ രീതിയിലായി പോയത്. ഇത് അക്ബർ പറയുമ്പോ കോമഡി എല്ലാവർക്കും കൊള്ളാടെ. എന്തായാലും താപ്പുകളൊക്കെ നല്ലവണ്ണം ഇരിക്കുന്നുണ്ട്. രണ ഫാത്തിമ ഇന്ന് പുറത്താവും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നല്ല കാര്യം, പോട്ടെ, അവള് പോയി വീട്ടിൽ ഇരിക്കട്ടെ. കുറെ കുത്തിരിപ്പം കിക്കിന്നാണെന്ന് ജീവിടനൊക്കെ വിളിച്ചല്ലേ, പുറത്തു വേണ്ട സമയം അതിക്രമിച്ചു, പുറത്തു പോകുന്ന നല്ല കാര്യം. ഇപ്പൊ പിന്നെ സൈലന്റ് ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഹാലിബ്യൂട്ടിനെ ആലോചിച്ചിട്ടായിരിക്കും. എന്തായാലും വരുന്നിടത്ത് വെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.